ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ ബിരിയാണി വെക്കാൻ പോണേണേ. പള്ളിയിൽ നിന്ന് നോമ്പ് ഉറപ്പിക്കാനായിട്ടേ ഒരു ഇക്ക ഓർഡർ തന്നതാണ് കേട്ടോ. ഒരു 60 ബിരിയാണിക്ക്. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ വാങ്ങി വെച്ചിരിക്കുന്നത്. ചിക്കനൊക്കെ കഴുകി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മസാല വേണമല്ലോ, പച്ച മസാല അടിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ പച്ച മസാല നമുക്ക് വറുക്കാൻ പുരട്ടി വെക്കണതിലോട്ട് നമുക്ക് വേണേ. അപ്പോൾ ആദ്യം നമുക്ക് അതെല്ലാം ഒന്ന് അടിച്ച് ഇതാക്കിയൊക്കെ എടുക്കാതെ പുരട്ടാനുള്ളതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു കോഴിമുട്ടയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് പുരട്ടി വെക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് വറുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ചിക്കനിൽ ആ മസാലയൊക്കെ പിടിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിടയ്ക്ക് ഇങ്ങനെ ബിരിയാണി ഓർഡറൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കും. 27-ാം രാവ് നോമ്പുറപ്പിക്കാൻ ഞങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് പള്ളിയിൽ. ഞങ്ങളുടെ വകയാണ് കേട്ടോ. 27-ാം പൂത്തോട്ടപ്പള്ളിയിലാണേ. പിന്നെ ഇടയ്ക്കൊരു ദിവസം ആരും എഴുതിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ആരും അന്ന് നോമ്പ് തുറപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പള്ളിയാണ്, തൈക്കാവ് അങ്ങനെയൊക്കെ പറയുന്ന പള്ളിയിൽ. അതാണേ. നമ്മൾ കൊടുത്താൽ ദൈവം നമ്മൾ രക്ഷിക്കും അല്ലേ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പോലെ ഞാൻ 2 നോമ്പ് തുറപ്പിച്ചായിരുന്നു കേട്ടോ. ദൈവം നമുക്കതനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ തരുന്നുമുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ വറുക്കാനിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ സവാള അരിയുന്നുണ്ട്. ഓരോന്ന് വേഗം വേഗം ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്താ 5:30 മണിയാകുമ്പോഴത്തേക്ക് ഇക്ക വരുമെന്ന് പറഞ്ഞു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവർക്ക് കൊടുത്ത് നോമ്പുറക്കൽ കഴിയുമ്പോൾ ഇത് പാക്ക് ചെയ്ത് കൊടുത്തു വിടാനുള്ളതാണ്. ഞാൻ പാക്ക് ചെയ്യണതും കൊടുത്തുവിടുന്നതും ഞാൻ കാണിക്കുകയില്ല. എന്താണെന്ന് ചിലപ്പോൾ ആ സമയമാകുമ്പോൾ അവർ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മോശമാണല്ലോ. പള്ളിയിലേക്ക് നേർച്ച കൊടുക്കണ ചോറ് നമ്മളങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതേ സവാള വാടി, പച്ചമസാലയൊക്കെ വാടി കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളി വാടി കഴിഞ്ഞപ്പോൾ ചിക്കൻ മസാലപ്പൊടി വിട്ട് മല്ലിച്ചപ്പ് ഇട്ട്. ഇതൊന്നും ഞാൻ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ അതേ ഇച്ചിരി തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തത് ചിക്കൻ ഇട്ട് ഇനി കുറച്ച് തൈര് ഒഴിക്കും. ആവശ്യത്തിന് നീര് വേണമല്ലോ വറ്റാൻ, ദമ്മിടാനുള്ള ചോറ്. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് അതവിടെ വെച്ച് അത് ഞാൻ അരി കഴുകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി അതെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അരിയും കൂടി അരി പുഴുങ്ങി ഊറ്റണേണ് കേട്ടോ. ചോറ് ഞാൻ പുഴുങ്ങി ഊറ്റണേണേ, അല്ലാണ്ട് നമുക്ക് ഒന്നിച്ചിടണേയല്ല ഞാൻ. വേണ്ട അരി ഒരു 10-15 മിനിറ്റ് അരി ഇപ്പോൾ വെള്ളത്തിൽ കിടക്കണം. ചെറിയ അരിയാണ്, ജീരകശാല. അതെ വെള്ളം തിളച്ചേ. ഇതിനകത്ത് ഞാൻ മറ്റേ ഇതാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെക്കുന്നത്. 6 kg മുകളിൽ ഒഴിക്കും വറുത്ത് കോരിയിടും. അതേ ദമ്മൊക്കെ ഇട്ടെല്ലാം കഴിഞ്ഞ് കണ്ടതേ ചോറിരിക്കണണ്ട. ഇത് ഇച്ചിരി മസാലയാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൊണ്ടുവന്നത് കാണിക്കാഞ്ഞാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കേണ്ട, പള്ളിയിലത്തെ നേർച്ച ചെയ്തുകൊണ്ടാണ് കാണിക്കാത്തത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.